ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണവിരുന്നിൻ്റെ പൂക്കാലത്ത് നല്ല കുമ്പളങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഓണസദ്യയിലെ ഒരു പ്രധാന ഡിഷ് തന്നെയാണ് കുമ്പളങ്ങ പച്ചടി. ഇതും ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ് ഇത്. സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ പച്ചടി കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ കമൻസും അറിയിക്കണം കേട്ടോ. ഇനി ഈ പച്ചടി ഉണ്ടാക്കാൻ കുമ്പളങ്ങ ഒരു 1/4 കിലോ കുമ്പളങ്ങ വേണം. വെള്ളക്കുമ്പളങ്ങയാണ് കേട്ടോ. അതുപോലെ തൈര്, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ജീരകം ഇതൊക്കെയാണ് വേണ്ടത്. ഫസ്റ്റ് കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് ഇതുപോലെ നേർങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അധികം തടുപ്പ് വേണ്ട. ഇതുപോലെ നേർങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കുമ്പളങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളരിക്കലും ചെയ്യാം കേട്ടോ. അതും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ സദ്യയിലൊക്കെ കുമ്പളങ്ങ തന്നെയാണ് എടുക്കാറ്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടിയിലിട്ട് കൊടുക്കുക. പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ട, വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും. ഇതായിപ്പം നമ്മുടെ കുമ്പളങ്ങ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഇനി തണിഞ്ഞതിന് ശേഷം മാത്രമേ തേങ്ങയൊക്കെ അരച്ച് ചേർക്കാവൂ. ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങയും പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, കടുക്, അതുപോലെ ജീരകം ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് അരക്കണം. തൈരും കൂട്ടിയിട്ട് ഇതുപോലെ മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കുക. തേങ്ങയുടെ കൂടെ തന്നെ തൈരും ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കടുക് ഇതുപോലെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതുപോലെ ചേർക്കുമ്പോൾ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം വെള്ളം ഒഴിക്കാറ്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വാർത്തിട്ടെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. നിങ്ങൾ പച്ചടിയിൽ തൈര് ചേർക്കുമ്പോൾ എപ്പോൾ അധികം പുളിയുള്ള തൈര് ചേർക്കണം കേട്ടോ. രാവിലെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുളിയില്ലാതെ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓണസദ്യയിൽ ഇതൊക്കെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് കേട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം കടുകിട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ വറ്റൽമുളക് അതൊരു 3 എണ്ണം ഇതുപോലെ ചെറുതായി വെട്ടിയിട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് നല്ല തേങ്ങ അതൊരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചടിയിലൊക്കെ തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതായിപ്പം നല്ല ആ തേങ്ങേൻ്റെ കളറെല്ലാം മാറി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുമ്പളങ്ങ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണസദ്യയിലെ പ്രധാന ഒരു ഐറ്റംസായ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.